കൗതുക കാഴ്ചകളാണ്. കുഞ്ഞു കണ്ണുകളിൽ നിറഞ്ഞതെല്ലാം അതിശയം ജനിപ്പിക്കുന്നതും മത്സരവും ആസ്വാദനവും വേദികളിലെ ആവേശവും അങ്ങനെ എല്ലാമെല്ലാം. ഗവി സർക്കാർ LPSലെ 8 കുട്ടികളാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിനെത്തിയത്. ഗവിയിൽ നിന്ന് ഒരു മത്സരത്തിന് വിദ്യാർത്ഥി എത്തുന്നതും ആദ്യമായിരുന്നു. അതിന്റെ കൗതുകമടങ്ങും വരെ അവരുടെ മുഖത്ത് അത് പ്രകടമായിരുന്നു. சந்தோஷமா இருக்கு. பெரிய பெரிய கட்டடம், ட்ரெயின், கடைகள்லாம் நிறைய பார்த்துருக்கேன். பெரிய ஸ்கூல் மேடையெல்லாம் பார்த்துருக்கேன். மாதர்பூமி நியூஸுக்கு வணக்கம். உங்கள் அனைவருக்கும் எனது வணக்கத்தை தெரிவித்துக் கொள்கிறேன். நான் இங்கு பேச வந்திருக்கும் தலைப்பு என் கனவு. ஆம், கனவு. அது கனவாக இருந்துவிடக்கூடாது என்பதுதான் என் கனவு. என் கனவு என்னை குறித்ததല്ല, என் ദേശത്തെ குறித்தது. തമിഴ് പദ്യം ചൊല്ലൽ, തമിഴ് പ്രസംഗം, ജലച്ചായം എന്നിവയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനത്തെത്തി ഗവിയിൽ നിന്നുള്ളവർ. മാത്രമല്ല ദേശഭക്തി ഗാനത്തിന് A ഗ്രേഡും പെൻസിൽ ഡ്രോയിങ്ങിന് B ഗ്രേഡും അവർ സ്വന്തമാക്കി. ചുരുക്കത്തിൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും മിടുക്കിനുള്ള അംഗീകാരം നേടി. பூங்கோலி HM டீச்சர் வீட்ல. என்னெல்லாம் பிடிச்சிருக்கீங்க? இந்த இடம் பிடிச்சிருக்கு. ഗവിയിലെ കുരുന്നുകൾ പത്തനംതിട്ട നഗരത്തിലെത്തിയതും ആദ്യമാണ്. കലോത്സവത്തിൽ ഗവിയിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഏറെ നാളായി നടത്തിവന്ന ശ്രമമാണ് വിജയിച്ചത്. എല്ലാ കുട്ടികളുടെ ഒരു പങ്കാളിത്തം വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഗവിയിലെ കുട്ടികൾ മാത്രം ചരിത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പോഴേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അവരെ പങ്കെടുപ്പിക്കണം, അല്ലെങ്കിൽ സ്കൂൾ കലോത്സവം എന്താണെന്ന് അവർ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ചില അസൗകര്യം കാരണം കഴിഞ്ഞ വർഷം അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ വർഷം ഞാൻ വീണ്ടും അത് ആവർത്തിച്ചു. ടീച്ചർ അത് അക്ഷരം പ്രതി കേൾക്കുകയും ടീച്ചർ നല്ല മനസ്സോട് പറഞ്ഞു, സാറേ ഞാൻ ഇവിടെ കൊണ്ടുവരും കുട്ടികളെ പങ്കെടുപ്പിക്കുമെന്ന് ഉറപ്പുവരികയും. ആസൂത്രണം കാര്യത്തോടടുത്തത് പ്രഥമ അധ്യാപിക ഷക്കീല ബീവിയുടെ ഇടപെടൽ കൊണ്ടാണ്. കലോത്സവത്തിന് വേദിയായ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് അധ്യാപികയുടെ താമസം. കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റ് അവരുമായി ഗവിയിൽ നിന്നും ബസ് കയറിയത് ഷക്കീല ബീവി ടീച്ചറാണ്. 2 നാൾ അധ്യാപികയുടെ വീട്ടിൽ താമസിച്ച് നഗരജീവിതം കണ്ടാണ് കുട്ടികൾ മടങ്ങിയത്. എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരണമെന്ന്. പക്ഷേ ഇതുവരെ അതിന് സാധിച്ചില്ല. ഓരോ വർഷം ഓരോ തടസ്സങ്ങൾ. ഈ പ്രാവശ്യം നോക്കിയപ്പോഴേ ഒന്നാമത് ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഈ അധ്യയന വർഷം. തന്നെയുമല്ല ഈ വർഷം കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള ഒരിതുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ട് താമസിച്ച് ഞാൻ തന്നെ നോക്കിക്കോളാം, ഞങ്ങളുടെ കയ്യിൽ തന്നാൽ മതി എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം അവർ ടീച്ചർ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് കൊണ്ടുപോയി മത്സരങ്ങളെല്ലാം ഒന്ന് കുഞ്ഞുങ്ങളെ കാണിപ്പിക്കാനും അവരെ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം കാണിച്ച് മനസ്സിലാക്കി അവർക്കിതൊക്കെ കൊടുക്കാൻ വേണ്ടി ഒക്കെയാണ് ഞാൻ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. മത്സരം കഴിഞ്ഞു മടങ്ങിയ കുട്ടികൾ ജില്ലാതല മേളയിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ആ കുട്ടികളുടെ കൗതുകം ഒന്ന് കാണേണ്ടത് തന്നെയാണ് അല്ലേ. നമുക്കൊപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ഇവരുടെ ഒരു ഗവിയിൽ നിന്നാണ് ഇവർ ഈ നഗരത്തിലേക്ക് വരുന്നത്. ആ കുട്ടികളുടെ കൗതുകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ? നമ്മളൊക്കെ ഒരു യാത്ര പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ കൗതുകമേറിയ ഒട്ടനവധി ചിന്തകളുണ്ടാകും. അപ്പം ഗവിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിയ കുട്ടികളുടെ മാനസികാവസ്ഥയും സമാനമായിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് മുൻപ് കുടിയേറിയ തോട്ടം തൊഴിലാളികളായിട്ടുള്ള തമിഴ് വംശജരുടെ മക്കളാണ് ഈ കുട്ടികളൊക്കെ തന്നെയും. ജില്ലാ കേന്ദ്രത്തിലേക്ക് അവർക്ക് എത്തണമെങ്കിൽ 100 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യണം. അതേസമയം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവർക്ക് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ അടക്കമുള്ള മേഖലകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. ചുരുക്കത്തിൽ അവർ ദൈനംദിനം ബന്ധപ്പെടുന്നത് ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിലേക്കാണ്. വർഷത്തിൽ 1-2 തവണ അവരുടെ രക്ഷിതാക്കൾ പത്തനംതിട്ട ജില്ലയിൽ എത്തിയാലായി എന്നതാണ് സ്ഥിതി. ചുരുക്കത്തിൽ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തേക്ക് ആ മേഖലയിൽ നിന്ന് കുട്ടികളുടെ ആദ്യ സന്ദർശനമായിരുന്നു. അതിൻ്റെ വലിയ കൗതുകം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. മാത്രവുമല്ല, കലോത്സവങ്ങൾ ഗവി ഗവൺമെൻറ് LP സ്കൂളിൽ സംഘടിപ്പിക്കുന്നു എന്നതിനപ്പുറം വിജയികളായിട്ടുള്ളവരുടെ ഭാവി സാധ്യതകൾ അതിനപ്പുറത്തേക്ക് വന്നിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇക്കുറി അവർ അതിന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. 8 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ സ്കൂളിൽ നിന്ന് വിജയിച്ച് ഉപജില്ലയിലെ മത്സരത്തിൻ്റെ ഭാഗമായി
അതിൽ ചിലരെല്ലാം ഒന്നാം സ്ഥാനത്തോടുകൂടി എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഇനിയും ജില്ലാതല മത്സരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിനൊക്കെ തന്നെ ചുക്കാൻ പിടിച്ചത് സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക ആയിട്ടുള്ള ഷക്കീല ബീവി ടീച്ചറാണ്. ടീച്ചറുടെ വീട് പത്തനംതിട്ട നഗരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങളെയൊക്കെ തന്നെ കൂട്ടി യോജിപ്പിച്ചത്. ശരി ബിലാൽ, എന്തായാലും അധ്യാപകരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ആ ഒരു തീരുമാനം ആ കുട്ടികൾക്ക് വലിയൊരു കാഴ്ച സമ്മാനിച്ചു എന്നതാണ് സത്യം.